وعن أبي إسحاق ഇമാമുൽ മഗാസി യുദ്ധകഥകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഇമാമാണ് അബു ഇസ്ഹാഖ് തങ്ങൾ. മൂപ്പുറത്തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ത്? അന്നംറാഅത്തൻ മിനൽ അൻസാരി, അൻസാരിൽപ്പെട്ട മദീനക്കാരിയായ ഒരു സ്ത്രീ. എങ്ങനത്തെ പെണ്ണെന്നറിയണം? ആ സ്ത്രീ ആരാന്നറിയണം. മഹബത്തല്ലേ, നബിയുടെ മഹബത്ത് നമുക്ക് വേണമല്ലോ. മുൻഗാമികളായ സ്ത്രീ പുരുഷന്മാരുടെ മഹബത്ത് എങ്ങനെ, അയിമത്തിന്റെ സ്വഹാബത്തിന്റെയും താബിയുടെയൊക്കെ മഹബത്ത് എങ്ങനെ, അതാ വിശദീകരിക്കുന്നത്. ഖുതില അബൂഹ വ അഖൂഹ വ സൗജുഹ യൗമ ഉഹദ്. ഉഹദ് രണാങ്കണത്തിൽ ഭർത്താവ്, സഹോദരൻ, പിതാവ് ഇവരെ 3 പേരെയും വധിക്കപ്പെട്ടിട്ടുണ്ട്. 3 പേരും പോയിട്ടുണ്ട്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇത് 3 സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറത്താണ്. സങ്കടപ്പെടാൻ വളരെയുണ്ട്, ദുഃഖിക്കാൻ വളരെയുണ്ട്. ഈ 3 ആളും വധിക്കപ്പെട്ട ഒരു പെണ്ണ്. ആ പെണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് രണാങ്കണത്തിൽ നബിയോട് കൂടെ കൊല്ലപ്പെട്ട, നബിനെ കൊന്നിട്ടില്ലല്ലോ, കൊന്നു എന്നൊക്കെ പ്രചരിപ്പിച്ച യുദ്ധമാണ് അതൊക്കെ. അങ്ങനെ നബി തങ്ങളോട് കൂടെ പങ്കെടുത്തു. ആ യുദ്ധത്തിലാണ് ഇവർ 3 പേരും കൊല്ലപ്പെട്ട് കഴിഞ്ഞത്. അങ്ങനെ കേട്ടപ്പോ കാലത്ത് മഹദി ചോദിക്കുകയാണ്, മാ ഫുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താ നബിക്ക് പറ്റിയിരുന്നത്? നബിനെ വല്ലതും കാണിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ആയിട്ടുണ്ടോ പ്രവാചകൻ എന്നാ ചോദിച്ചത്. പിതാവ് എവിടെ, സഹോദരൻ എവിടെ, ഭർത്താവ് എവിടെ ഒന്നും ചോദിച്ചിട്ടില്ല. അവർക്കെന്ത് പറ്റിയെന്നൊരു ചോദ്യമേ ഇവിടെ ഇല്ല. നബിക്കെന്ത് പറ്റി? ഖാലു ഖൈറൻ, നല്ല തന്നെ, നബിക്കൊരു കുഴപ്പമല്ല. ഹുവ ബി അംദില്ലാഹ് കമാ തുഹിബ്ബീന, നീ എന്താണോ ഇഷ്ടപ്പെട്ടത് അതുപോലെ നബി ഇരിക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ് എന്ന് സ്വഹാബത്ത് മറുപടി കൊടുത്തു. കാലത്ത് അങ്ങനെ ആയപ്പോ മൂപ്പത്തി വിട്ടില്ല. അരിനീഹി അത്താ അന്നുറ ഇലൈഹി, എനിക്ക് നബിനെ കാണിച്ചിട്ടുണ്ടോ, എനിക്ക് നബിനെ കാണണം, ഞാൻ ഒന്ന് കാണട്ടെ, നബിനെ കാണാൻ ഞാൻ പറ്റും, എനിക്ക് സമാധാനമല്ല. ഫലമ്മാറാത്തുഹു, അങ്ങനെ നബിയെ ഈ മഹദി കണ്ടപ്പോൾ കാലത്ത് മഹദി പറയുന്നു, കുല്ലു മുസീബത്തിൻ ബഅദക ജല്ലല, ഹബീബായി നബിയെ അങ്ങ് വഫാത്തായി കഴിഞ്ഞ പിന്നുള്ളതൊന്നും പ്രശ്നമല്ലൊക്കെ നിസ്സാര മുസീബത്തുള്ളൂ. അങ്ങ് പോകലാണ് വലിയ പ്രയാസം, അങ്ങ് ഇല്ലാതെ ആവലാണ് ബുദ്ധിമുട്ട്. അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ ഭർത്താവോ പിതാവോ ഭാര്യയോ അല്ലെങ്കിൽ എന്റെ സഹോദരനോ പോയാൽ എനിക്ക് നഷ്ടമേ തോന്നുന്നില്ല. അങ്ങ് പോയാൽ വലിയ അപകടം അതാണ്. നോക്കൂ ഈ സ്ത്രീയുടെ സ്നേഹം, ഇതായിരിക്കണം നബി മഹബത്ത്. ഇത് നമ്മുടെ വനിതകൾക്കൊരു മാതൃകയാണ്. അതൊക്കെ ഈമാന്റെ പവറാണത്. നമ്മളോ നേതാവ്, എന്ത് നേതാവ്, നമ്മളെ ആൾക്കാരൊക്കെ പോയില്ലെന്ന് തന്നെ നമ്മുടെ കച്ചറ ഉണ്ടാക്കും. ഇതല്ല. ഇത് ഈ മഹദിയുടെ ചരിത്രം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എത്രമാത്രം പവറിലാണ് ഈമാൻ. അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹഹു, മഹാനോട് ചോദിക്കപ്പെടുകയുണ്ടായി, കൈഫ കാന ഹുബ്ബുക്കും ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ല നിങ്ങളൊക്കെ നബിനെ സ്നേഹിക്കുന്നവരാണല്ലോ, നിങ്ങളെ നബിനോടുള്ള നിങ്ങളെ സ്നേഹം എങ്ങനെയായിരുന്നു എന്നാണ്. അപ്പോ അലിയുൽ അബീ ത്വാലിബ് തങ്ങൾ പറയാണ്, കാനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാഹി അഹബ്ബ ഇലൈനാ മിൻ അംവാലിന വ ഔലാദിന വ ആബായിന വ ഉമ്മഹാത്തിന വ മിനൽ മാഇൽ ബാരിദി അലല്ലമഇ. 5 കാര്യം എണ്ണിക്കൊടുത്തു. നോക്കാണ് നിങ്ങൾ. അലിയാ തങ്ങൾ കൊടുത്ത മറുപടി വളരെ ഡീസന്റ് അല്ലേ? നബിയായിരുന്നു, അതിന്റെ ഒരു സത്യം ചെയ്തിട്ടുണ്ട്. വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, നബിയായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരായിരുന്നു. ആരെക്കാൾ ചോദിച്ചാൽ മിൻ അംവാലിന, ഞങ്ങൾക്ക് ഒരുപാട് സമ്പത്തുണ്ട്. ഒരു മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം സമ്പത്ത് തന്നെയല്ലേ? അതിനേക്കാൾ ഇഷ്ടം ഞങ്ങൾക്ക് നബിയാണ്. അപ്പൊ ഔലാദിന, പിന്നെ മക്കളെല്ലാവർക്കും ഏറ്റവും പ്രിയമാണ്. എന്നാ അതിനേക്കാൾ പ്രിയ നബിയാണ് ഞങ്ങൾക്ക്. അപ്പൊ ആബായിന, വാപ്പാരും ഇഷ്ടമാണ്. ഉമ്മഹാത്തിന, മാതാക്കളും ഇഷ്ടമാണ്. അങ്ങനെയാണല്ലോ, വാപ്പാരും ഇമ്മാരൊക്കെ എല്ലാവരും അങ്ങോട്ടുള്ള സ്നേഹിക്കുമല്ലോ. അതിനേക്കാൾ ഏറ്റവും ഇഷ്ടം ഞങ്ങൾക്ക് നബിയാണ്. പിന്നെ ഓ മിനൽ മാഇൽ ബാരിദി അലല്ലമഇ, ദാഹം വലയുന്ന സമയത്ത് ദാഹം മാറ്റാൻ വേണ്ടി നല്ല തണുപ്പുള്ള നൽതണ്ണീരായ വെള്ളം എത്ര പ്രിയണ്ടോ അതിനേക്കാൾ ഏറ്റവും പ്രിയം നബിയാണ്. അല്ലോ, ഈ സർവത്തിനേക്കാളും പ്രിയം ഞങ്ങൾക്ക് നബിയോടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ പ്രേമമെന്ന്
അലിയാർ തങ്ങൾ ചോദ്യകർത്താവിന്റെ മുന്നിൽ സമർപ്പിച്ചു കൊടുത്തു. അതായിരിക്കണം സ്നേഹം. وعن زيد بن أسلم رحمه الله تعالى മഹാനെ തൊട്ട് റിപ്പോർട്ട് എന്താ? ഹറജ ഉമറു, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അന്ന് പുറപ്പെട്ടു. ലൈലത്തിന് രാത്രി. മൂപ്പരുടെ അധികാര സമയത്താണ്, ഖിലാഫത്തിന്റെ സന്ദർഭത്തിലാണ് ഉമർ റളിയല്ലാഹു തആല അന്ന് രാത്രി ഊരു ചുറ്റുന്നത്. ഊരു ചുറ്റാൻ പതിവുണ്ടായിരുന്നു. എന്തിനെ? യഹ്റുസുന്നാസ, ജനങ്ങളെ കാക്കാൻ. രാത്രിയൊക്കെ ജനങ്ങൾ കിടന്നുറങ്ങിയായിരിക്കും, അവർക്കൊരു അനിഷ്ടം വരാൻ പാടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഉറങ്ങാറില്ല. രാത്രിയാമങ്ങൾ തന്റെ ഭരണിയുടെ കാര്യങ്ങൾ നിരീക്ഷിക്കാനും സൂക്ഷിക്കുവാനും ജനങ്ങളെ കാക്കുവാനുമായി രാത്രിയാമങ്ങൾ തന്റെ പട്ടാളക്കാരുമായി ഊരു ചുറ്റാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വീട്ടിന്റെ ഉള്ളിൽ വിളക്ക് കത്തുന്നത് മഹാന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. ഇതൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ അജൂസുൻ, അതൊരു കിളവിയാണ്. തംബുസുഫൻ, ആ കിളവി എടുക്കുന്ന പണി എന്താണെന്നറിയോ? തന്റെ കൈവിരലുകളെ കൊണ്ട് ഈ രോമങ്ങൾ ഇങ്ങനെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. വിളക്ക് കത്തിച്ചുകൊണ്ടാണ് ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എടുക്കുമ്പോൾ ഒത്തപ്പോലും ഈ കിളവിയായ ഉമ്മ പറയുന്നുണ്ട്, എന്ത് പാട്ട് പാടുകയാണ്? അലാ മുഹമ്മദിൻ സലാത്തുൽ അബ്റാരി സ്വല്ലല്ലാഹി ത്വയ്യിബൂനൽ അഖിയാറു ഖദ് ഗുന്ദ ഖവ്വാമൻ ബുക്കൻ ബിൽ അസ്ഹാരി യാ ലൈത ശഅരി വൽ മനായാ അത്വാറു അൽതജ്മഊനി വ ഹബീബിദ്ദാറ. എന്താ പാട്ട്? അലാ മുഹമ്മദിൻ സലാത്തുൽ അബ്റാർ, എല്ലാ ഗുണമുള്ള ആൾക്കാരുടെയും ഗുണം മുഹമ്മദ് നബിയുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി തയ്യിബൂനൽ അഖിയാറു, ഉന്നതന്മാരായിരിക്കുന്ന എല്ലാ ശുദ്ധന്മാരും നബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. മലായിക്കത്ത്, അമ്പിയാക്കൾ, ഔലിയാക്കൾ എല്ലാവരും. ഖദ് കുന്ത ഖവ്വാമൻ ബുക്കൻ ബിൽ അസ്ഹാരി, നബിയെ അങ്ങായിരുന്നു നല്ലോണം നിന്ന് നിസ്കരിക്കുന്നവരും നല്ലോണം അർദ്ധരാത്രി കരയുന്നവരുമായിരുന്നല്ലോ. യാ ലൈത ശഅരി വൽ മനായാത്ത് ആറോ, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ അറിവെത്തതെന്നായിരുന്നേ. എന്ത് തരത്തിൽ മരണങ്ങൾ പല ഘട്ടത്തിലാണല്ലോ, പല സന്ദർഭങ്ങളിലാണല്ലോ മരണം. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്ത്? ഹൽ തജ്മഉനി വഹബീബിദ്ദാറ, സ്വർഗീയ ലോകത്ത് ഞാൻ ഇഷ്ടം വെക്കുന്ന എന്റെ ഹബീബായ മഹബൂബായ നബി, ആ നബിയെയും എന്നെയും ആ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടുമോ എന്റെ മരണങ്ങൾ, എന്റെ കൊതികൾ എന്ന് ആ മാതിരി പാടിക്കൊണ്ടിരിക്കുകയാണ്. വസ്ത്രം നെയ്യാനുള്ള രോമങ്ങൾ ഇങ്ങനെ ഇളക്കി മറിച്ച് റെഡിയാക്കി വെക്കുന്ന സന്ദർഭത്തിലാണ് ഈ പാട്ട് പാടുന്നത്. പഠിച്ചവരെ, കാര്യങ്ങൾ വ്യത്യസ്തമായല്ലോ. ഇതൊക്കെ ഉദ്ദേശിക്കുന്ന മാതിരി നബിയെ കുറിച്ചാണ് ഇത് ചൊല്ലിയത്. ഇത് കേട്ട പാടെ വീടിന്റെ ഉള്ളിൽ വിളക്ക് കത്തിച്ചുകൊണ്ട് എന്താണ് രഹസ്യം എന്നറിയാൻ വേണ്ടി പോയതാ. അവിടെ അനർത്ഥങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നിയന്ത്രിക്കും, നിർത്തും. അങ്ങനെയുള്ള ഖലീഫയായ തന്റെ അടിയായ ധീരവാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ കിളവിയുടെ പാട്ട് കേട്ടുകൊണ്ട് കരഞ്ഞവിടെ ഇരുന്നു. ഇതാ നബിയുള്ള സ്നേഹം. അവരുടെ പണിയുടെ വേളകളിലും നബിയെ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. കിളവികളായ ഉമ്മമാർക്കൊരു മാതൃകയാണ് ഈ കിളവിയായ ഉമ്മ. ഇബ്നു സുന്നിക്കുള്ള കിതാബാണ് എന്ത്? അമറുൽ യൗമി വല്ലൈല ഫി അമറിൽ യൗമി വല്ലൈല എന്ന് പറയുന്ന കിതാബുണ്ട്. അതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ത്? അന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ, മഹാനവറുകൾക്ക് എന്ത് സംഭവിച്ചു? ഖദറത്ത് റിജ്ലുഹു, മഹാന്റെ കാല് തരിച്ചു കോച്ചി. അങ്ങനെ കോച്ചിയപ്പോൾ എന്ത് ചെയ്ത്? തരിച്ച് നമ്മൾ കിടങ്ങാറാവില്ല. അവഖിലഹു, അപ്പോൾ ഇബ്നു ഉമർ തങ്ങളോട് പറയപ്പെടുകയുണ്ടായി, ഉദ്കുർ അഹബ്ബന്നാസി ഇലൈക യസുലു അൻക. യസുലു എന്നാണ്, യസുലു അൻക. അപ്പൊ എന്ത് ചെയ്തു? മഹാനോട് പറഞ്ഞത് എന്താണ്? എങ്കിൽ നിങ്ങളെ വിഷമം തീരാൻ എളുപ്പമാർഗമുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ആരാണോ അയാളെ കിട്ടി ഓർത്തോ, അയാളെ ഓർത്താൽ മതി എന്ന് പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം ഫസാഹ, നല്ല ശബ്ദം ഉയർത്തിക്കൊണ്ട്
അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ അട്ടഹസിച്ച് വിളിച്ചു, യാ മുഹമ്മദാ, ഒറ്റ വിളിയാ, ഉറക്കനെ വിളിച്ചു, ഒറ്റ വിളി. ആ വിളിയോടുകൂടി പന്തഷറത്ത് രിജ്ലുഹു, മഹാനവരുടെ കാല് ചുരുണ്ടിരുന്ന് കോറിയിട്ട്, ആ കോറിയ കാല് അതാണ് തരിപ്പ് മാറി ഇപ്പൊ എന്താ കാലൊക്കെ നീട്ടി വെക്കാൻ കഴിഞ്ഞു. ഇഷ്ടപ്പെട്ട നബിയാണ്, നബിനോട് സങ്കടം പറഞ്ഞ് വിളിച്ചു, കാല് കോച്ചിൽ മാറി. ഇവിടൊക്കെ മുജാഹിദുകളാകെ അന്തം വിടേണ്ടി വരും. ഓൽക്ക് ഇതൊന്നും ഇഷ്ടമല്ലല്ലോ, ഓലെ ഇഷ്ടമല്ല നമ്മൾ നോക്കണം. നബിന്റെ മാമ്പത്തിന് ഓൽക്ക് പോയി നല്ല എന്താ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കഥകള്, ഇങ്ങനെയാണ് അവരൊക്കെ സ്നേഹിച്ചത്. അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ കാണാനുണ്ട്. അപ്പൊ കാല് കോച്ചിയാൽ നമ്മുടെ ഇഷ്ടക്കരി നബിനെ വിളിക്കാം, കാല് കോച്ചൽ മാറും. റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ത് അന്നമ്രാത്തൻ, നിശ്ചയമായിട്ടും ഒരു പെണ്ണ് ആലത്ത് നബി വഫാത്തായ കഴിഞ്ഞ ശേഷമാണ് ഈ പെണ്ണ് വരുന്നത്. നബിനുള്ള മഹബത്ത് കാരണം കാലത്ത് ആ പെണ്ണ് വന്നിട്ട് പറയുന്നു, ആയിഷത്ത റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബിവിയോട്, ഇക്ശിഫിലി ഖബർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നബി തങ്ങൾ കിടക്കുന്നത് ആയിഷ ബീവിന്റെ വീട്ടിലാണ് ഖബർ. അപ്പൊ ആയിഷ ബീവി അവിടെയുണ്ട്, നബി തങ്ങളും അവിടെയുണ്ട്. ലോകത്ത് കാണാനില്ല, ലോകത്ത് യാത്ര പറഞ്ഞു പോയി. നബി തങ്ങൾ കിടക്കുന്ന ഖബറിലാണ്. ആ ഖബർ ഒന്ന് എനിക്ക് കാണിച്ചു കൊണ്ട് ആയിഷ എന്ന് സ്നേഹത്തോടുകൂടെ വന്നുകൊണ്ട് ആ പെണ്ണ് പറയുമ്പോൾ നബി തങ്ങളുടെ ഖബറ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ആ പെണ്ണിന് കാണിച്ചു കൊടുക്കുകയാണ്. കാണിച്ചു കൊടുക്കേണ്ട താമസം മാത്തത്ത്. അങ്ങനെ ആ പെണ്ണങ്ങ് കരഞ്ഞ് 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 മരിച്ചുപോയി. നബിന്റെ ഹുബ്, നബിനോടുള്ള ഹുബിൽ മരിച്ചു വീണ പെണ്ണ്. ആലോചിച്ചു നോക്കൂ, മഹദിമാരുടെ ഈ ഇഷ്ടം. ഇതും ഇന്ന് നമ്മുടെ വനിതകൾക്ക് മാതൃകയാണ്, കേൾക്കണമത്. അഹ്ലു മക്ക, ഇനി നോക്കൂ, മക്കക്കാര് പുറപ്പെടുവിപ്പിച്ചപ്പോൾ, പുറത്താക്കിയപ്പോൾ ആരെ? സയ്യിദ് ബിൻ ദസ്നത്ത് എന്ന് പറയുന്ന മഹാന്റെ ഇഷ്ടം പറയാ. മഹാനെ കൊല്ലാൻ കൊണ്ടുപോകാണ്, ബദർ യുദ്ധം കഴിഞ്ഞതാണ്. അതിന്റെ പ്രതികാരമായിട്ട് മഹാനവറുകളെ കൊല്ലാൻ മക്കക്കാർ തീരുമാനിച്ചു. ആരെങ്ങാണ് ഈ പറയുന്നത്? മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു ഖസ്റജ് ഗോത്രക്കാരനാണ്. ബദർ ഉഹദ് എന്ന് പറയുന്ന യുദ്ധത്തിൽ പങ്കെടുത്തവരാണ്. ആ മഹാനെ പുറപ്പെടുവിച്ചു. ഹറമിൽ നിന്ന് മക്കയിൽ നിന്ന് പുറപ്പെടുവിക്കുകയാണ്. എന്തിന്? ലിയഖ്തുലൂഹു, മഹാനായ സയ്യിദ് ബിൻ ദസ്നത്തിനെ കൊന്നുകളയുവാൻ വേണ്ടി, പ്രതികാരം. ആലഹു അബൂ സുഫിയാൻ ഇബ്നു ഹർബ്. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അന്ന് ഇസ്ലാമിൽ വരാത്ത, പിന്നീട് മുസ്ലിമായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അന്ന് മുസ്ലിമല്ല അബൂ സുഫിയാൻ, അതാ പറയുന്നു ആരോട്? യാ സയ്യിദു, സയ്യിദ് എന്ന് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അതുഹിബ്ബു അന്ന മുഹമ്മദൻ അൽആന ഇൻദനാ മകാനക യുദ്റബു ഉനുഖുഹു വഅന്നക ബിഅഹ്ലിക. ഇതാണ് സുഫിയാൻ ചോദിച്ചത്. അബൂ സുഫിയാൻ എന്താ ചോദിച്ചത്? അർത്ഥം, സയ്യിദേ, നിന്നെ ഞങ്ങൾ കൊല്ലുകയാണല്ലോ, കൊല്ലാൻ വേണ്ടി പിടിച്ചതാണ്, ഞങ്ങൾ നിന്നെ വിടാം. നിന്നെ വിട്ടിട്ട് ആ സ്ഥാനത്ത് മുഹമ്മദ് വന്നിരിക്കട്ടെ, മുഹമ്മദിന്റെ പെരടി ഞങ്ങൾ വെട്ടും. ആ സ്ഥാനം നിനക്ക് പകരമാക്കാൻ നിനക്ക് ഇഷ്ടമുണ്ടോ? നീ നിന്റെ വീട്ടുകാരുടെ അടുത്തേക്ക് പോയിക്കോ, നിനക്ക് സുഖമായോടെ ജീവിക്കാം. മുഹമ്മദിനെ നിനക്ക് പകരമായി ഞങ്ങൾ കൊന്നുകളയുകയാണ്, അത് നിനക്ക് ഇഷ്ടമുണ്ടോ എന്നാ ചോദിച്ചത് അബൂ സുഫിയാൻ. അപ്പോൾ സയ്യിദ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി നമ്മളെല്ലാവരും അറിയണം. വല്ലാഹി, ആണയിട്ട് പറയുന്നു, അല്ലാഹു തന്നെയാണ് സത്യം. മാ ഉഹിബ്ബു അന്ന മുഹമ്മദൻ അൽആന ബി മകാനിഹി അല്ലദീ ഹുവ ഫീഹി. മുത്തുനബി തങ്ങൾ ഇപ്പൊ നല്ലൊരു സ്ഥാനത്താണ്. ആ സ്ഥാനം വിട്ട് ഇപ്പൊ ഞാൻ ഇരിക്കുന്ന സ്ഥാനത്തേക്ക് എങ്ങാനും മുഹമ്മദ് നബി വരിക, അങ്ങനെ വന്നിട്ട് മഹാനവറുകൾക്ക് തുസീബു ഷൗക്കത്തുൻ, നിങ്ങൾ പെരടി വെട്ടലല്ലേ, അവിടെ നിൽക്കട്ടെ, അവിടത്തെ കാലിൽ ഒരു മുള്ളങ്ങാനും തറക്കുക, അതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ എന്റെ വീട്ടിലിരിക്കെ, എന്റെ കുടുംബത്തോടു കൂടെ ഇരിക്കെ, ഭാര്യ മക്കളോട് കൂടെ ഞാൻ സുഖമായിട്ടിരിക്ക എന്നത് എന്റെ ഇഷ്ടക്കനിയായ ഹബീബാ നബി. ആ നബി അങ്ങ് വന്നിട്ട് വരുമ്പോൾ അവിടുത്തെ കാലിലെങ്ങാൻ ഒരു മുള്ള തറച്ചാൽ ഈ സയ്യിദ് സഹിക്കൂല, എനിക്കത് ഇഷ്ടമില്ല, അങ്ങനെ കൊന്നോളൂ എന്ന് നബിക്ക് വേണ്ടി ഇഷ്ടത്തോടുകൂടെ വാദിച്ച മഹാൻ. ശത്രുവിന്റെ മുന്നിൽ മരണം മുഖാമുഖം കണ്ടപ്പോഴും നബിനുള്ള പ്രേമം വിട്ടില്ല.
ഫഖാല അബൂ സുഫിയാൻ, അപ്പോൾ അബൂ സുഫിയാൻ തരിച്ചുകൊണ്ട് പറഞ്ഞു, മാ റഅയ്തു മിനൻ നാസി അഹദൻ മിനൽ അത്ബാഇ യുഹിബ്ബു അഹദുൻ മിനൽ മത്ബൂഈന കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദൻ. അപ്പൊ ജനങ്ങളിൽ നിന്നും ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഓരോ നേതാവിനും അണികളുണ്ട്. എന്നിട്ട് ആ നേതാവിനെ അണികൾ ഇഷ്ടം വെക്കും. അങ്ങനെ ഇഷ്ടം വെക്കുന്ന ഒരു ജനത ഞാൻ കണ്ടിട്ടില്ല. മുഹമ്മദിന്റെ അണികൾ മുഹമ്മദ് ഇഷ്ടം വെക്കും പോലെ. കണ്ടോ? ഇപ്പൊ നമുക്ക് തെളിവാണിത്. ഇത് ദൃശ്യമാണ് നമ്മുടെ മുന്നില്. എന്താണ്? ജയ്ദ് സമ്മതിക്കുന്നില്ലല്ലോ ജയ്ദ് മുഹമ്മദിന്റെ അണിയാണ്. അന്ന് അബൂ സുഫിയാൻ അണിയായിട്ടില്ലല്ലോ. ഇങ്ങനെ മരണം മുഖാമുഖം കണ്ടിട്ടും കൊല്ലുമെന്ന് ഉറപ്പായിട്ടും കുടുംബത്തെ ചിന്തിക്കാതെ ഹബീബ നബിയെ ചിന്തിച്ചു. അത് ഈമാനാണ്. ഇതായിരുന്നു അവരുടെ പ്രേമം. ഇത് ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. ഇബ്നു സഅദ് എന്ത് ചെയ്തു? റിപ്പോർട്ട് ചെയ്തു. ഇബ്നു ഉമർ, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നിന്നു അലബിന് സുബൈറിന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഇന്ദ ജദ്ഇല്ലദി സ്വലബഹു അലൈഹിൽ ഹജ്ജാജ് ബിൽ മുഅല്ലാത്ത് ബഅദ ഖത്ലിഹി. അവിടെയാണ് ഹല്ലാജ് എന്ന് പറയുന്ന അധികാരം നടത്തിയപ്പോൾ മുഅല്ലയിൽ വെച്ചുകൊണ്ട് ആരെ കൊന്നു കളഞ്ഞു? ഇബ്നു സുബൈർ റളിയല്ലാഹു കൊന്നു. കൊന്നതിന്റെ ശേഷം അവിടെ ഈത്തപ്പന മരത്തിന്റെ മുകളിൽ തണ്ടിനെ വീണ് നാട്ടി വെച്ചു. അവിടെ നിന്നു ആര്? ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ തങ്ങൾ. അങ്ങനെ നിന്നുകൊണ്ട് ഇബ്നു ഉമർ തങ്ങൾ അതാ ലഹു മഹാനായ അബ്ദുല്ലാഹ് ബിൻ സുബൈർ തങ്ങൾക്ക് വേണ്ടി മാപ്പിരക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഓർക്കുകയാണ്. വക്കാല, മകൻ പറയുന്നു, കുൻത അബ്ദുല്ലാഹ്, തങ്ങളായിരുന്നു വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഫീമാ അലിംതു സുവാമൻ ഖവ്വാമൻ തുഹിബ്ബുല്ലാഹ വറസൂലാ. മഹാനായ അബ്ദുല്ലാഹ് ബിൻ സുബൈർ തങ്ങളുടെ മദ്ഹ് പറയുകയാണ് ആര്? ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. സ്വഹാബത്തിനൊന്നും ഇവരല്ലല്ലോ, അവരൊന്നും മദ്ഹ് പറയാൻ പാടില്ലാത്ത അറിയാത്തവരായിരുന്നോ? ചോദ്യമുണ്ട് ഇവിടെ. മഹാനായ അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹുവിന്റെ മദ്ഹ് പറഞ്ഞത് എന്താ? അദ്ദേഹം നല്ലോണം നോമ്പ് നോൽക്കുന്നവരും നിസ്കരിക്കുന്നവരുമായിരുന്നു എന്റെ അറിവിൽ. മാത്രമല്ല റസൂലുള്ളയെയും അള്ളാഹിനെ നല്ലോണം ഇഷ്ടം വെച്ച മഹാനുമായിരുന്നു. കണ്ടോ? അതായത് ഇഷ്ടം. അതെടുത്തു പറഞ്ഞവർ. ഇങ്ങനെയൊക്കെയായിരുന്നു മഹാന്മാർ ജീവിച്ചു പോയത്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മള് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതൊക്കെ നസീമുർ റിയാദ് 347, 348, 349, 357 വരെ നോക്കിയാൽ കിട്ടും. ഇങ്ങനെയായിരുന്നു മഹാന്മാരുടെയൊക്കെ സ്നേഹങ്ങൾ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അലാമത്തു മഹബത്തിഹി അലൈഹിസ്സലാത്തു വസ്സലാം, നബി തങ്ങളോട് പ്രേമുണ്ട് ഉണ്ടെന്ന് പറയാനല്ലാതെ അതിന് അടയാളം എന്താ? അത് വേണ്ടേ? അതിന് അടയാളങ്ങളൊക്കെ ഉണ്ട്. നീ അറിയണം, അന്നഹു മൻ അഹബ്ബ ശൈഅൻ ആസറഹു വആസറ മുവാഫഖതുഹു എന്നാണ്. ഒരു വസ്തുവിനോട് നമുക്ക് സ്നേഹമുണ്ടെന്ന് കണ്ടാൽ ആ സ്നേഹത്തിന്റെ അടയാളമായിട്ട് നമ്മൾ എന്താ കാണുക? എല്ലാത്തിനേക്കാളും സർവ വസ്തുക്കളെക്കാളും ആ വസ്തുവിനെയാണ് നമ്മൾ തെരഞ്ഞെടുക്കുക. ആ വസ്തുവുമായി യോജിക്കലാണ് നമ്മൾ തെരഞ്ഞെടുക്കുക, ഭിന്നിക്കാൻ നോക്കുക. അതാണ് സ്നേഹത്തിന്റെ അടയാളം. ഇല്ല, അങ്ങനെ തെരഞ്ഞെടുക്കണില്ല എങ്കിൽ നബിനലയക്കും സ്വാദിക്കും വിഹി, ആ വസ്തുവിനെ സ്നേഹമുണ്ടെന്ന് യഥാർത്ഥമുള്ളവനല്ല അവൻ. ഇപ്പൊ കാനമുദ്ദയ്യൻ, അങ്ങനെ വാദിക്കുന്നവൻ കള്ളനുമാണ് അവൻ. മിണ്ടുകൊണ്ട് കാര്യമുണ്ടാവും, അത് കാണണ്ടേ. അപ്പൊ അങ്ങനെ വാദിക്കുന്നവൻ കള്ളനാണ്. യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടെന്ന് സാധിക്കാവണമെങ്കിൽ ഈസാറ് വേണം. ഈസാറില്ലെങ്കിൽ സിദുക്കുമല്ല എന്ന് മനസ്സിലായി. അങ്ങനെ വരുമ്പോൾ അപ്പൊ മുത്തുനബി തങ്ങളുള്ള പ്രേമത്തിലുള്ള സത്യസന്ധത എന്താണ്? അത് മൻ തൽഹറു അലാമതു ദാലിക അലൈഹി, അത് നബിനെ അവൻ സ്നേഹിക്കുന്നുണ്ട് എന്നതിന്റെ മേലിൽ അതിന്റെ അടയാളം അവനിന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കും. അവനാണ് സാദിഖായ ഒരാള്. അപ്പൊ നബിനോട് സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ ഔലഹ അൽഇഖ്തിദാബിഹി, അല്ലെങ്കിൽ ആ അടയാളം എന്താന്ന് ചോദിച്ചാൽ ആ മഹബത്തിനുണ്ടാണ് കാരണം നബിനോട് അവൻ തുടരുന്നത് കാണാൻ പറ്റും. നബിന്റെ മില്ലത്തിൽ സുന്നത്തി, റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഉപയോഗപ്പെടുത്തും.
നബിന്റെ കൽപ്പനകൾക്ക് അനുസരിക്കുക, സുന്നത്തായാലും ഉജൂബായാലും. നബി തങ്ങളുടെ ആടുകൾ എന്താവുക, വാക്കുകൾ എന്താ പിന്തുടരുക. വജിത്തിനാബ് നവാഹീഹി, ഹറാമായതും കറാത്തുമായിരിക്കുന്ന എന്തെല്ലാം നബി തങ്ങൾ തടഞ്ഞോ അതൊക്കെ ദൂരീകരിക്കുക. എളുപ്പം, ഞെരുക്കം, മൻഷിത്തിഹി മക്രഹിഹി, വെറുപ്പ്, ഉന്മേഷം, ഇതിലൊക്കെ നബിന്റെ മര്യാദകൾ എന്തായിരുന്നു അതേ മര്യാദ സ്വീകരിക്കുക. ഇതൊക്കെയാണ് സ്നേഹത്തിന്റെ അടയാളം. ഇതുണ്ടോ? ഓൻ യഥാർത്ഥത്തിൽ നബി പ്രേമി തന്നെയാണ്. നബിനോട് പ്രേമുണ്ടെന്ന് വാദിക്കുക, എന്നിട്ട് ഏരിയയിലേക്ക് തോന്നിയാസം കളിച്ചടക്കുക, അത് സാധിക്കായ പ്രേമമല്ല. ഷാഹിദു ഹാദ, അഥവാ ഈ പറഞ്ഞതിന്റെ മുഴുവത്തിനും തെളിവെന്താ? ഖുർആൻ ഒരൊറ്റ ആയത്തുണ്ട്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും. പോലെ നബി അങ്ങ് പറയുക, പ്രഖ്യാപിക്കുക, നിങ്ങൾക്ക് അള്ളാഹുടെ ഇഷ്ടമുണ്ടോ എന്നാൽ നിങ്ങൾ എന്നോട് പിൻപറ്റുക. എന്നാൽ അള്ളാഹ് നിങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യും, അള്ളാഹ് നിങ്ങൾ പുറത്തേറുകയും ചെയ്യും. എന്താണ് അർത്ഥം? നബിനെ എല്ലാ നിലയിലും പിൻപറ്റണം. അങ്ങനെ പിൻപറ്റുന്നവരാണ് നബി പ്രേമി. അങ്ങനെ ആകുമ്പോഴേ അള്ളാഹ്ക്ക് ഇഷ്ടം ഉണ്ടാകുള്ളൂ. അപ്പൊ യഥാർത്ഥ പ്രേമം വേണം, കള്ളപ്രേമം ഉണ്ടായിട്ട് കാര്യമില്ല.